പെൺവോട്ട് ചോദിക്കുന്നു. കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്ക് ആർക്ക് കിട്ടും കൂടുതൽ മാർക്ക്? പെൺവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ ഇവിടെ പലരും സൂചിപ്പിച്ചു ഗവൺമെന്റ് വന്നില്ല, ഓരോ മതവിഭാഗങ്ങളാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. ഗവൺമെന്റ് അല്ല, അതിന് വളരെ കൃത്യമായി ഇവിടെ ഓഡിയൻസിൽ നിന്ന് മറുപടിയും പറഞ്ഞു. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊക്കെ തന്നെയാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൃത്യമായി നിർദ്ദേശം തരികയും പണം തരികയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് പോരായ്മയുള്ളത് എന്നിപ്പോ ഒരു ജനപ്രതിനിധിയാണ് ഇതിന് എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ചത്. അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടിയിട്ടില്ലെങ്കിൽ ആരാ എത്തിക്കേണ്ടത്? ആരാ പരാതി ബോധിപ്പിക്കേണ്ടത്? അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് എനിക്കറിയാം. നിങ്ങൾ എത്ര പേർക്ക് ഫുള്ള് ഡാമേജ് ആയ വീട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ആ കണക്ക് വന്ന് പറയണം, അല്ലാതെ നിങ്ങൾ വൈകാരികമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. 4 ലക്ഷം രൂപ ഫുള്ളി ഡാമേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കന്നുകാലി പശുവിന് 30,000 രൂപ പശുവിന് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടവർക്ക്. കോഴിക്ക് 50 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂട് നിർമ്മാണത്തിന് 2100 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായി കണക്ക് വെക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച കാര്യമാണ്. ഇവിടെ ബിജെപിയുടെ പ്രതിനിധി സൂചിപ്പിച്ചു. ബിജെപിയുടെ പ്രതിനിധി ഒരു കാര്യം സൂചിപ്പിച്ചത് പറഞ്ഞ കാര്യം അപ്പൊ തന്നെ കൊടുക്കില്ല എന്നാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബിജെപി പറയുക മാത്രമേ ചെയ്യുള്ളൂ, കിട്ടില്ല. 10,000 കൊടുക്കും എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. പ്രളയം വന്ന സമയത്ത് പറൂര് ഭാഗം പ്രളയം വന്നെന്നും പറഞ്ഞങ്ങാട്ട് നിങ്ങൾ പൈസ കൊണ്ടെന്ന്. പറൂര് ഭാഗം പ്രളയം വന്നിട്ട് ആര് പോയി ഇവിടെ നിന്ന് രക്ഷിക്കാൻ? എത്ര സേവാഭാരതി പിള്ളേരെ പാമ്പ് കടിച്ച് ഏത് രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കി? ഇവിടുത്തെ MP ഇത്ര വെള്ളം കയറിയിട്ട് നമ്മൾ ഈ പ്രദേശം ഒന്ന് സന്ദർശിച്ച ആ MP-നെ ഇപ്പോഴും രണ്ടാമതും ഞങ്ങൾ 90% ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ 90% നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തിരിക്കണേ? ഇന്നും മലവെള്ളം കയറി കാല് പഴുത്ത ഒരു പേഷ്യന്റ് ഈ കൊടുങ്ങല്ലൂർ ആസ്പത്രി കിടക്കുന്നുണ്ട്. അതിന് എന്ത് വക കൊടുത്ത്? നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്നും കൊടുത്തിട്ടില്ല. എന്ത് വന്നാലും ഒരു കാര്യം വന്നാലും ചെയ്യൂല. ചെയ്യണമെങ്കിൽ ഓടണം, സേവാഭാരതി ആംബുലൻസ് ആയിട്ട് ഓടണം. അത്രയല്ലേ ചെയ്തുള്ളൂ. അല്ല ഈ രാജ്യത്തൊരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. ഈ സേവാഭാരതിയോടല്ല ജനങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത്. ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യാമെന്ന് പറയുന്ന ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുണ്ട്. ഇന്ത്യയിലുണ്ടോ പ്രധാനമന്ത്രി? ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുണ്ടോ? മഹാഭൂരിഭാഗം ദിവസങ്ങളും വിദേശത്താണ്. അങ്ങനെ പ്രധാനമന്ത്രി 15 ലക്ഷം കൊടുക്കാത്ത പ്രധാനമന്ത്രി കള്ളപ്പണം കൊണ്ടുവന്നില്ല. അവസാനം റിസർവ് ബാങ്ക് വരെയും കൊള്ളയടിച്ച് ഈ പോകാൻ പോകുന്ന പോക്കിൽ കൊള്ളയടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി മാത്രം LDF വായ തുറക്കാറുള്ളൂ. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടിയിട്ടാണ് പ്രളയത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ക്യാമ്പുകൾ പ്രവർത്തിച്ചതും. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എല്ലാത്തിൽ നിന്നും മോചനം കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? കേരളത്തിൽ എത്ര ജനങ്ങളുണ്ടെന്നറിയോ? കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. കേരളത്തിന് ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രി 3.5 കോടി ജനങ്ങളുടെ അടുത്തേക്കും എത്തണമെങ്കിൽ അദ്ദേഹത്തിന് പുഷ്പക വിമാനമില്ല അല്ലേ? നമ്മുടെ വിശ്വാസങ്ങൾ പുഷ്പകവിമാനങ്ങളോ ഇല്ല. ഗവൺമെന്റ് എവിടെയായിരുന്നു? ഈ MLA എവിടെയായിരുന്നു? ഈ MP എവിടെയായിരുന്നു? ഈ ഇന്നസെന്റ് അതാണ് ചോദിക്കുന്നത്. എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂര് പുല്ലിട്ട് ദേശത്ത് എന്നിട്ട് MP വന്ന് എന്നിട്ട് എല്ലാ മന്ത്രികളും എവിടെ വന്നു? സുനിൽകുമാറിന്റെ അടുത്തും MLA വന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ വീടൊക്കെ പൊളിഞ്ഞ് ഒരു ഗത്യന്തരമില്ലാണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. യുദ്ധമുണ്ട്. പിന്നെന്താ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. വെള്ളം കയറിയവർക്ക് അതിന്റെ വേദന അറിയാം. ഇതിന് രാഷ്ട്രീയമല്ല. അവർ ആ വേദനയാണ് വെളിപ്പെടുത്തുന്നത്. ഈ ഇരിക്കുന്ന ഷൈൻ ടീച്ചർ മുങ്ങിപ്പോയ കൂട്ടത്തിലുള്ളതാണ്. ടീച്ചർക്ക് അത് പറയാൻ കഴിയില്ല. ടീച്ചർ ഒരു പ്രതിനിധിയാണ്, പറയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ടീച്ചർ ഒരുപാട് പ്രാവശ്യം 10,000 രൂപ ഞാൻ കാണിച്ചു തരാം. ടീച്ചർക്ക് 10,000 രൂപ കിട്ടാത്തവര് നമ്മുടെ ചുറ്റുവട്ടത്ത് ഞാൻ കാണിച്ചു തരാം. പറയണമായിരുന്നു, ഞാൻ ഇടപെടുമായിരുന്നു. പറഞ്ഞു. വത്സല പ്രസന്നകുമാർ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ നേതാവാണ്, മാത്രമല്ല ഒരു കൗൺസിലറാണ്, ഒരു മുൻ കൗൺസിലറാണ്, ഒരു മുൻ ചെയർമാനാണ്. അപ്പൊ തൊട്ടടുത്ത് 10,000 രൂപ അർഹതപ്പെട്ടവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇടപെടാത്തത് ആരോടൊപ്പം? ഒന്ന് ഇടപെടേണ്ടത്.
എനിക്ക് പറയാനുള്ളത് ഈ 10,000 രൂപ എല്ലാവർക്കും കിട്ടി എന്ന് പറയുന്നതിൽ യാതൊരുവിധ സത്യവുമില്ല. കാരണം ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അക്കാര്യത്തിൽ 100% പറയുന്നത് ഇപ്പോഴും 10,000 രൂപ തികച്ചു കിട്ടാത്തവരുണ്ട്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങി വരുമ്പോ ഞങ്ങൾ ലിസ്റ്റ് തരാം. പിന്നെ പറയുന്നു പ്രളയവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീക്കാർക്ക് കുറെ ലോൺ കൊടുത്തു. അത് ലോണാണ്, പലിശ അടക്കമുള്ള ലോണാണ്. പലിശയില്ല. ഒരു കാര്യം പലിശയില്ലാന്ന് പറഞ്ഞ ആ കുടുംബശ്രീ അംഗത്തിന്റെ കുടുംബം ബാങ്കുകാരുണ്ടാവും. അക്കാര്യം ഉറപ്പാണ്. പിന്നെ പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞൊക്കെ അടച്ചാൽ മതി. അതുവരെയുള്ള പലിശ ബാങ്ക് പിടിക്കുന്നുണ്ട്. കുടുംബശ്രീ ബാങ്കുകാരുണ്ടാവും വീട്. ഞാൻ ചോദിക്കാം, ചിലത് നിശ്ചയദാർഢ്യത്തിന്റെ ഇച്ഛാശക്തിയുടെ വിഷയമുണ്ട്. കാർഷിക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷിമന്ത്രി എത്ര കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് ബാങ്കുകളോട് പറയുന്നത് മൊറട്ടോറിയമാണ്, നോട്ടീസ് അയക്കരുതെന്ന്. എന്നിട്ടും അതിനു മുകളിൽ മറികടന്നുകൊണ്ട് നോട്ടീസ് അയക്കുകയും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. കൃഷിമന്ത്രിയെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു സർക്കാരിന് ആ ഇച്ഛാശക്തി നടപ്പായില്ല. പ്രളയബാധിത സ്ഥലങ്ങളിലുള്ള കർഷകർക്കും നോട്ടീസ് പോയിരുന്നു മൊറട്ടോറിയം പീരീഡിലും. അല്ല, ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ മൊറട്ടോറിയം നീട്ടിക്കൊടുക്കണമായിരുന്നു. അതിന്റെ നിയമപരമായ വശങ്ങളിൽ ഇടപെടാനുള്ള ചില താമസം വന്നു. പക്ഷേ ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടു. അല്ല, ഇതിപ്പോ UDF-നുമുണ്ട് കാർഷിക മേഖലയുടെ പൂർണ്ണ തകർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ശ്രീമതി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. 10,000 രൂപ കൊടുത്തു എന്ന് ഇപ്പൊ ടീച്ചർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ടീച്ചറാണ് അതിന്റെ അതോറിറ്റി എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ തഹസിൽദാരെ കണ്ടു, കണ്ടു. അവർക്ക് 10,000 രൂപ കൊടുക്കാൻ ഞാൻ സൂചിപ്പിച്ചത് ഈ കുട്ടി പറഞ്ഞു ഇവിടെ അല്ല അപർണ, ഇവിടെ ഒരു കാര്യമുള്ളത്. ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും, ശ്രീമതി വത്സല പ്രസന്നകുമാറും ഞാനും, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസും, ഇവിടെ പുരുഷന്മാരായിട്ടുള്ളവരുണ്ട്, ഇവരടക്കം നമ്മളുടെ സഹജീവികൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ഇടപെടാൻ അർഹതയുള്ളവരാണ്. അല്ലാതെ വില്ലേജ് ഓഫീസറും മുഖ്യമന്ത്രിയും ഒരു MLA-യോ അല്ല കാത്തിരിക്കേണ്ടത്. ഇവിടെ ആരൊക്കെയുണ്ടോ ഒരു സഹജീവിക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല എങ്കിൽ, ഇത്രയും നാളും കിട്ടിയിട്ടില്ലെങ്കിൽ മിണ്ടാതെ ഇവിടെ വന്നിട്ടാ പറയണ കിട്ടിയില്ലെന്ന്. അതാരാ പറയുന്നത്? ജനപ്രതിനിധികൾ. പൈസ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പൈസ കൊടുക്കും. അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അത് നിങ്ങളുടെ പണിയാ. BJP ഗവൺമെന്റ് ആണ് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരും. BJP ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല 15 ലക്ഷം രൂപ കൊടുക്കാൻ. ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അതെ, ഹിന്ദി മനസ്സിലാവാത്തവരാണ് അങ്ങനെ മനസ്സിലാക്കിയത്. സംസ്ഥാന സർക്കാരിനെ മാത്രം എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു? കേന്ദ്രത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. പ്രളയം വന്ന് 2 ആഴ്ചക്ക് മുമ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം പെട്ടിയെടുത്ത് ബക്കറ്റ് എടുത്ത് പുറത്തുപോയി എന്താണ് പൈസ ഇത് ചെയ്യാനായിട്ട് നടക്കുകയായിരുന്നു. അല്ലാതെ പ്രളയം വന്നവരുടെ കാര്യം കോർഡിനേറ്റ് ചെയ്യാനല്ല അവരുടെ വിചാരമായിരുന്നത്. കേരളത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് ഇവിടെ കണക്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ഇവിടെ വന്നിട്ട് പറഞ്ഞു 31,000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഇത്രയും ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു സംസ്ഥാനത്ത് അത് കൃത്യമായി നേരിടാനും അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അണിനിരത്തിക്കൊണ്ട് പ്രാഥമിക ആശ്വാസം കൊടുക്കുവാനും ഈ ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായി ലോകത്തിൽ മാതൃകയാണ് ഈ ദുരന്തത്തെ നേരിടുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന. അവർക്ക് രാഷ്ട്രീയമില്ല. പ്രളയം വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടാണ് BLOമാർ അന്വേഷണത്തിന് വന്നത്. ഓരോരുത്തരുടെ വീട്ടിലും എന്റെ വാർഡടക്കം പ്രളയം ബാധിച്ച വാർഡാണ്. എല്ലാ വീടുകളിലും കക്കൂസ് മാലിന്യം അടക്കം അവരുടെ പേരുടെ ഉള്ളിൽ കൂടി വരെ ഒഴുകി പോയതാണ്. ഇന്നും കിട്ടാനുണ്ട് 10,000 രൂപ. എന്റെ വാർഡിൽ മാത്രമല്ല, കടപ്പുറം ഭാഗത്ത് വരെയും കിട്ടാനുണ്ട്. നിങ്ങൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൊടുങ്ങൽ മേത്തല വില്ലേജിലും ലോകമല്ലേശ്വരം വില്ലേജിലും അതുപോലെ റിയാഡ് വില്ലേജിൽ താലൂക്കിലടക്കം 10,000 രൂപ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എന്ന് കൊടുക്കും? ഇപ്പൊ പറഞ്ഞ തീരുമാനം നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു പോകണം. ഞാനും കൂടി എന്റെ വാർഡിലുള്ള 75% മേലെയുള്ള നമ്മുടെ ഈ 15 വാർഡുകളിൽ തീരുമാനം എടുക്കണം. അതേപോലെ തന്നെ സർവേ, ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി മുഖാന്തരം സർവേ ഒരുപാട് കുട്ടികളെ വെച്ച് സർവേ നടത്തിയിട്ടുണ്ട്. അതിന് 3/4 ഭാഗത്തോളം സർവേ നടന്നിട്ടില്ല.
75-60% മേലെയുള്ള വീടുകൾ ഇപ്പോഴും ഭയങ്കര വിഷമസന്ധിയിലാണ്. അവർക്ക് യാതൊരു നടപടിയില്ല. ഞാൻ വില്ലേജ് ഓഫീസിൽ അഥവാ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല, അത് കലക്ടർ തീരുമാനിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. അതേപോലെ തന്നെ 10,000 രൂപ ഇപ്പോഴും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇപ്പൊ ഈ പ്രളയത്തോടനുബന്ധിച്ച് ഒരുപാട് കോടികൾ വന്നിട്ടുണ്ട് ഇല്ലേ, കോടികൾ വന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്തു എന്നുള്ളത് തിട്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, 60% പൈസ നിങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു. നിങ്ങൾക്ക് അതിനൊരു മറുപടി തരാൻ പറ്റുമോ? നമ്മൾ ഒന്നും അറിയാതെ ഇവിടെ വന്നിരുന്നിട്ട് സാധാരണ വഴിയിൽ നിന്ന് പറയുന്നത് പോലെ സംസാരിക്കരുത്. പക്ഷെ ഇതുവരെ അതിനല്ലാതെ ചെലവഴിക്കാൻ കഴിയില്ല. 1000 ദിവസം കൊണ്ട് ഒരു കണക്ക് പോലും വന്നിട്ടില്ല. കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും സാലറി ചലഞ്ച് നിങ്ങൾ സഹായിക്കണം. സാധാരണക്കാർ, സ്ഥിര വരുമാനമില്ലാത്തവർ മുങ്ങിപ്പോയി, നിങ്ങൾ സഹായിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ സഹായിച്ചു. 1500 കോടി രൂപ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾ ചെയ്തത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. BJPയുടെ സർവീസ് സംഘടന അതിനെതിരെ കോടതി പോയി. സർവീസ് സംഘടന, BJPയുടെ സർവീസ് സംഘടന അതിനെതിരെ കോടതി പോയി. കൊടുക്കരുത്, ഈ നാട്ടുകാർ തീരുമാനിക്കണം. നിങ്ങൾക്ക് 5 പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ അതേ സമീപനം BJPയുടെ സർവീസ് സംഘടന എടുത്തു. കോൺഗ്രസിന്റെ അധ്യാപക സർവീസ് സംഘടന എടുത്തു. കൊടുക്കരുത്. ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ഓഡിയൻസ് തീരുമാനിക്കും. കേരളത്തിലെ സ്ഥിര വരുമാനക്കാരോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചപ്പോ ഞങ്ങൾ കൊടുത്തു. ഇടതുപക്ഷ അധ്യാപക സർവീസ് കൊടുത്തതെന്നും കൂടി അറിയണം. ഏത് ഫണ്ടിലാണ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. UDFന്റെ അധ്യാപക സർവീസ് സംഘടനാ നേതാക്കന്മാർ കൊടുക്കരുത് എന്ന് പറഞ്ഞു. മാഡത്തിനോടാണ് ചോദിക്കാനുള്ളത്. മാഡം പറഞ്ഞു പ്രളയാനന്തരം കൈത്തറി, തയ്യൽ മെഷീൻ അങ്ങനെ ഒരുപാട് പേരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു. മാഡം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവല്ലേ? KPCC എന്ന് പറഞ്ഞത് കേരളത്തിലെ ആർക്കും അറിയാത്തൊരു സംഘടന ഒന്നല്ല. 1000 വീടുകൾ പ്രളയാനന്തരം നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. ഒരു വീട് നിർമ്മിച്ചു നൽകിയതിന്റെ കണക്ക് പറഞ്ഞാൽ ധാരാളം. എത്ര വീടുകൾ? രണ്ടാമത്തെ കാര്യം അല്ലല്ല, എത്ര പേര് ഈ കൊടുങ്ങല്ലൂർ താലൂക്കിൽ എത്ര കൊടുത്തു? കൊടുങ്ങല്ലൂർ താലൂക്കിൽ എത്ര കൊടുത്തു? കൊടുങ്ങല്ലൂർ എത്ര കൊടുത്തു? കൊടുങ്ങല്ലൂർ എത്ര കൊടുത്തു? കൊച്ചിന്റെ മകളുടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് മറുപടി അറിയാം. രണ്ടാമത്തെ കാര്യം കേരളത്തില് ഇത്രയും വലിയ പ്രളയമുണ്ടായപ്പോ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിന്റെ സൈന്യമെന്ന് സഖാവ് പിണറായി വിജയൻ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളാണ്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിലെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളെ മീൻ മാർക്കറ്റിൽ വോട്ട് ചോദിക്കാൻ പോയാൽ നിങ്ങളുടെ കോൺഗ്രസിന് MP പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? തെറ്റാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് വാക്കിന് മറിച്ച് അത് തെറ്റായി ഈ മത്സ്യത്തൊഴിലാളികളാണ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ആ മത്സ്യത്തൊഴിലാളികളോട് പോലും അനീതി കാണിച്ച ഗവൺമെന്റാണ്. ആ പാവങ്ങൾക്ക് അവരുടെ ബോട്ടുകളൊക്കെ 3000 കോടിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി 193 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് കൈമാറ്റം ചെയ്താണ് ഒഴിച്ചുപോയത്. പ്രളയം ഡാമുകൾ തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രളയം ഉണ്ടായതെങ്കിൽ നിലമ്പൂരിലെ ഡാമുകൾ ഒന്നുമില്ലാത്ത നിലമ്പൂരിലെ റോഡുകൾ ഒലിച്ചുപോയത് എങ്ങനെയാണ്? അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഈ ഡാമുകൾ നിറഞ്ഞു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിവൃഷ്ടി വരുമ്പോൾ ആ ഡാമുകൾ കുറേശ്ശെ തുറന്നു വിടണം. ജിയോളജി പഠിച്ചതുകൊണ്ട് മോൾ അങ്ങനെ പറയണ്ട. അല്ലല്ല, കൃത്യമായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചല്ല. കൃത്യമായി 2018 മെയ് മാസം ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിന് മറുപടിയാണ്. 2018 മെയ് 30 ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത കണക്ക് ഇന്ത്യയിൽ സാധാരണ രീതിയിലുള്ള കാലവർഷമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു 4-5% വർധനവ് ഉത്തരേന്ത്യൻ മേഖലയിൽ മാത്രം, മധ്യേന്ത്യ ഉത്തരേന്ത്യയിൽ മാത്രം. ദക്ഷിണേന്ത്യൻ, കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ
1% ചിലപ്പോൾ കുറഞ്ഞേക്കും എന്നാണ് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2018 മെയ് മാസം പറഞ്ഞത്. ഇനി ഓഗസ്റ്റ് മാസം 9 മുതലുള്ള 2 ആഴ്ച, ആ 2 ആഴ്ചയും മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രം പറഞ്ഞത് ഇവിടെ എല്ലാ ദിവസവും ഇവിടെ അതിവൃഷ്ടി വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. തീവ്രമഴ എന്നൊന്ന് ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും കാലാവസ്ഥാ ഡിപ്പാർട്ട്മെന്റിന്റെ വാർണിംഗ് ഉണ്ടായിരുന്നു. എഴുതി കൊടുത്തു. ഞങ്ങൾക്ക് മാത്രമല്ല, ജൂൺ മാസത്തിൽ നമുക്ക് കേരളത്തിൽ മഴ പെയ്യുന്ന സീസണാണ്. അത് വേറെ താല്പര്യമാണ്. വെള്ളം മുഴുവൻ ഒഴുക്കി കളഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഈ ജലപ്രളയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ മത്സ്യത്തൊഴിലാളികളായി വന്നിരിക്കുന്ന ഓരോ സൈനികരെന്ന് തന്നെ പറയാം. അവര് ഞാൻ ലാറ്റിൻ സമുദായം അല്ല, അത് മനസ്സിലാക്കോ ടീച്ചർ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ലാറ്റിൻ സമുദായം അല്ല. പക്ഷേ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്ന തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളുടെ ഏറിയ പങ്കും ലാറ്റിൻ സമുദായത്തിന്റെ. ഞാൻ ഒരു സമുദായം അവര് അതാണ് പറഞ്ഞത്. മനുഷ്യന്മാരെന്ന് പറയൂ, ഞാൻ സമ്മതിക്കാം. ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചറെ, സ്വല്പ നേരം ഒന്നും ഉണ്ടായിരിക്കും ടീച്ചറെ. ഇവിടെ 10,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ നാളെ പറവൂർ താലൂക്കിലെ വരാപ്പുഴ പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലവാസിയാണ്. അവിടെ നിന്ന് ഞാൻ നാളെ നമ്മുടെ വരാപ്പുഴ മണ്ഡലത്തിൽ നിന്ന് പറവൂർ താലൂക്കിലേക്ക് ഒരു 10,000 പേര് ലിസ്റ്റ്. ഒരാളുടെ അഡ്രസ് പറയൂ. വെള്ളം വീട്ടിൽ കയറിയിട്ട് മുങ്ങിപ്പോയിട്ടുള്ള ഒരാളുടെ അഡ്രസ് പറയൂ. 10 വേണ്ട, 100 വേണ്ട, ഒരാളുടെ പറയൂ. വരാപ്പുഴ എന്നൊക്കെ പറഞ്ഞ പറവൂർ നമ്മുടെ പരിസര പ്രദേശമല്ലേ. ഒരാളുടെ അഡ്രസ് നിങ്ങൾ കൃത്യമായിട്ട് മൈക്കിൽ കൂടി പറയൂ. ചാനലുകൾ പിടിക്കല്ലേ. ടീച്ചറെ പറയണ കേക്ക്. ഞാൻ റീബിൽഡ് ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എൻ്റെ വാർഡ് 100%, 22-ാം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ 22-ാം വാർഡാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. അവിടെ 100% വെള്ളം കയറി എല്ലാ വീട്ടുകാരും ക്യാമ്പുകളിലായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ 434 കുടുംബങ്ങളുള്ള ആ സ്ഥലത്ത് വെറും 41 വീടുകളുടെ മാത്രമാണ് ഫോട്ടോ എടുത്തേക്കണം. ഈ ഫോട്ടോ എടുത്തതിൽ തന്നെ 100% ഡാമേജ് എന്ന് പറഞ്ഞു വന്നത് 13 കുടുംബങ്ങളാണ്. എന്നിട്ട് അതിനകത്തിപ്പോ ആകെ കൂടി 7 വീട്ടുകാർക്ക് വീട് പണിയാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് കുറെ പേര് അപ്പീൽ കൊടുത്തു. പക്ഷെ അപ്പീൽ റിജക്റ്റ് ചെയ്ത് വന്നേക്കാണ്. ഒരു കുട്ടിയുടെ വീട്, ഒരു പെണ്ണിന്റെ വീട് ഒറ്റക്ക് താമസിക്കുന്നതാണ്. മനോരമ പേപ്പറിൽ വരെ വന്നതാണ്. റൗണ്ടിൽ ഒക്കെ ആയിട്ട് ആകെ അതിന് താമസിക്കാൻ പറ്റാത്തത്. ആ വീട് പോലും റിജക്റ്റ് ചെയ്ത് വന്നേക്കാണ്. അപ്പൊ പിന്നെ ഈ 41 വീട്ടുകാർക്ക് മാത്രം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കൊടുങ്ങല്ലൂർ ഇതിന്റെ ഞാൻ പറയാം, 2800 വീടുകളാണ് പൂർണ്ണമായി തകർന്നു എന്ന് പറയുന്നത്. ഇതിന് മുന്നേ കേരളത്തിൽ മഴയൊന്നും പെയ്തിട്ടില്ലേ? ഇതുപോലെ പ്രളയം ഉണ്ടായിട്ടുണ്ടോ? ഇത് മനുഷ്യനിർമ്മിതം മാത്രമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനുഷ്യനിർമ്മിതമാണ്. വിദേശത്ത് കോടിക്കണക്കിന് രൂപ വരൂന്ന് പറഞ്ഞല്ല. അതെന്റെ ഇവിടെ പെയ്യുമെന്ന് പറഞ്ഞ മഴയുടെ അളവ് ഈ ആഗസ്റ്റ് മാസം 9 മുതൽ 22 വരെ ഇവിടെ പെയ്യുമെന്ന് പറഞ്ഞ മഴയിട്ടുണ്ട്. കൗൺസിലർ, ബഹുമാനപ്പെട്ട കൗൺസിലർ ഒന്ന് ശ്രദ്ധിക്കുക. ധനസഹായം കിട്ടിയതിൽ പലതും ബഹുമാനപ്പെട്ട കൗൺസിലർ ഒരു കാര്യം ചോദിച്ചു. അപർണ ബഹുമാനപ്പെട്ട കൗൺസിലർ വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. വളരെ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചു. ഇതുവരെയായിട്ടും കേരളത്തിൽ മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ കുഴപ്പം കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ്. ആഗസ്റ്റ് മാസം 9 മുതലുള്ള 2 ആഴ്ചക്കാലത്തെ മഴയുടെ കണക്ക് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു 92 മില്ലിമീറ്റർ മഴ പെയ്യുള്ളൂ. അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്.
പക്ഷേ ഇവിടെ പെയ്ത മഴ വെള്ളത്തിന്റെ അളവ് 352 മില്ലിമീറ്റർ ആണ്. പ്രിയപ്പെട്ട കൂടുതലാണ്. കൗൺസിലർ കേൾക്കാൻ വേണ്ടി പറയാണ്. ഡാമുകൾ തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് തുറന്നില്ല? എന്തുകൊണ്ട് ആ സമയത്ത് ഡാമുകൾ തുറന്നില്ല? തന്നെയല്ല, ഈ 10,000 രൂപ മാത്രമല്ല ഈ പ്രളയത്തിൽ നമുക്ക് പറയാനുള്ളത്. 10,000 രൂപയുടെ കണക്കുകൾ മാത്രമല്ല, നമുക്ക് കണക്കുകൾ ഒരു ഡാം തുറന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഏറ്റവും മുമ്പിൽ ഇത് നീണ്ടുപോകും, ചർച്ച നീണ്ടുപോകും. അതിനൊരു സമയപരിധി വളരെ ചുരുക്കം അവസാനിപ്പിച്ചോ. 92 മില്ലിമീറ്റർ മഴ പെയ്യുന്ന പ്രതിനിധീകരിച്ചിരിക്കുന്ന കൗൺസിലർമാരാണ്. അവര് തന്നെ പറയുന്നു അവരുടെ വാർഡുകളിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ വാർഡിലെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കൗൺസിലർമാരെ ഇനി ജയിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി കഴിവുള്ള കൗൺസിലർമാരെ ജയിപ്പിച്ച് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം ചെയ്യാൻ. ഇപ്പൊ ഇവിടെ പറഞ്ഞു ആ വാർഡിലെ കൗൺസിലർമാരെ ജയിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർക്ക് മാത്രമേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. നിലവിൽ UDF കൗൺസിലേഴ്സ് ആണ് അവര്. നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. ടീച്ചറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഇവിടുന്ന് പോണതിന് മുമ്പ് ടീച്ചറുടെ നമ്പർ ഞങ്ങൾക്ക് തരണം. കാരണം എന്ത്? ലോണിന് പലിശ ഇല്ലാന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2 CDSലും ടീച്ചർ വന്ന് സംസാരിക്കണം. ഞങ്ങൾ പറയുന്ന പോലല്ല. 10,000 രൂപ കിട്ടാത്തതിന് ടീച്ചർ ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് ഞങ്ങളോട് പോകാൻ പറ്റും. അപർണ ഒരു കാര്യം പറയട്ടെ. ബാക്കി ചോദ്യമില്ല. പ്ലീസ്. 10 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്. അത് നിങ്ങൾ കൃത്യമായി അടച്ചാൽ പലിശരഹിതാണ്. വീഴ്ച വരുത്തിയാൽ മാത്രമാണ്. ലോൺ അടച്ചാൽ കൃത്യമായി അടച്ചാൽ തിരിച്ചു നിങ്ങൾക്ക് കിട്ടും. പലിശയോടുകൂടിയല്ല, നിങ്ങൾ കൃത്യമായി അടച്ചാൽ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും പ്രളയശേഷം ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇപ്പോഴും തുടരുന്ന പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ തുല്യനീതി ഉറപ്പുവരുത്തണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിൽ ആരോപണങ്ങളിലെ തെറ്റും ശരിയും എന്താണ് എന്നറിയാൻ മെയ് 23 കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അറിയാം. പെൺവോട്ട് പൂർണ്ണമായാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സമയപരിമിതി കൊണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.